വെള്ളപ്പൊക്കത്തിനിടെ മരിച്ച എടത്വ തലവടി സ്വദേശി 82-കാരനായ പൊടിയന്റെ മൃതദേഹം ഒടുവിൽ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കുടുംബ വീടിന്റെ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നതിനാൽ മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ജലനിരപ്പ് താഴ്ന്നതോടെ ഓഗസ്റ്റ് 5-ന് മരിച്ച പൊടിയന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് വീട്ടിൽ എത്തിച്ചത്. വെള്ളപ്പൊക്കത്തിനിടെ മരിച്ച തലവടി പൂന്തുരുത്തി പുല്ലാട് വീട്ടിൽ പൊടിയന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ശേഷം സംസ്കാര ചടങ്ങുകളും നടത്തി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ദിവസങ്ങളോളം സംസ്കാരം നടത്താൻ കഴിയാതിരുന്ന പൊടിയന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയോടെയാണ് വീട്ടിലെത്തിച്ചത്. ഓഗസ്റ്റ് 5-നാണ് പൊടിയൻ മരിച്ചത്. വെള്ളപ്പൊക്കം കാരണം മൃതദേഹം കുടുംബ വീട്ടിലെത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നതിനാൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ആംബുലൻസിൽ വീടിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ എത്തിച്ച മൃതദേഹം വള്ളത്തിലേക്ക് മാറ്റിയാണ് കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് നെടുമ്പ്രത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തി. പിന്നീട് മൃതദേഹം തിരുവല്ല കുറ്റപ്പുഴ സഭാ സെമിത്തേരിയിലെത്തിച്ച് സംസ്കരിച്ചു. തലവടി റൈസ് ബിൽഡ് ചർച്ച് സെമിത്തേരി ഇപ്പോഴും വെള്ളത്തിലായതിനാലാണ് തിരുവല്ലയിലെ സെമിത്തേരിയിൽ സംസ്കാരം നടത്തിയത്. വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പൂർണ്ണമായി ഒഴിഞ്ഞുമാറാത്ത സാഹചര്യത്തിലായിരുന്നു പൊടിയന്റെ അന്ത്യകർമ്മങ്ങൾ. ജലനിരപ്പ് താഴ്ന്നു വരുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളിലും ജനജീവിതം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടില്ല. അത് മാത്രം എടുത്താൽ സൈഡിലോട്ട് വെക്ക. ഇനി അതെടുത്ത്